അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത പച്ചരിപ്പൊടിയാണ്, ഒട്ടും തരിയൊന്നുമില്ലാത്ത ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ അളവ് കപ്പിലാണ് 1 കപ്പ് വറുത്ത പച്ചരിപ്പൊടി എടുത്തിട്ടുള്ളത്. അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസിന്റെ അളവിൽ വേണം മാവും വെള്ളമൊക്കെ അളന്നിട്ടെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഉപ്പും മാവും എല്ലാ ഭാഗത്തും എത്തുന്ന വിധം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഏത് കപ്പിലാണോ നമ്മൾ മാവ് അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിന്റെ അളവിൽ തന്നെ 2.5 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. ആദ്യം ഒരു 2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ഓരോ അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിന്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും. നമ്മൾ മാവ് എടുക്കുന്ന സമയം തന്നെ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. തിളച്ചൊരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഉടനെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. തിളച്ചു കഴിഞ്ഞ് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒരു 2 കപ്പ് ഒഴിക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ കട്ടകൾ പോലെ വരും. ഒരു വിസ്ക് വെച്ചിട്ടോ ഒരു തടിത്തവി വെച്ചിട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം വീണ്ടും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുമിച്ച് അങ്ങ് വെള്ളം ഒഴിക്കരുത്. എന്നിട്ട് നന്നായിട്ട് കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ടകളൊന്നുമില്ല. ഈ ഒരു കട്ടിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇതിപ്പോൾ ചൂടാണ്. ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ മാവിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ചൂട് മാറിയ മാവ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് എള്ളുണ്ടെന്നുണ്ടെങ്കിൽ എള്ളിട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ സോഡാപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ തയ്യാറാക്കിയ മാവ് ഒന്ന് ആവിയേറ്റ് വേവിച്ചിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ടിന്ന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്താലും മതി. എല്ലാ ഭാഗത്തും നെയ്യോ ബട്ടറോ എണ്ണയോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ മാവ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് ടിന്നിൽ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ആവിയേറ്റ് വേവിച്ചിട്ടെടുക്കാം. എന്താ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി തട്ടാണ് തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് ഈ മാവ് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് ഇതൊന്ന് ആവിയേറ്റ് വേവിച്ചിട്ടെടുക്കാം. നമ്മളിത് ആവിയേറ്റാൻ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ചൂട് മാറാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇടാം. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി അല്ലികൾ അരച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ 2ആയിട്ട് മുറിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. 3 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. 3 എണ്ണം ഇതുപോലെ അരച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ പൊടിയായിട്ട് അരിയേണ്ട ആവശ്യമില്ല. 2-3 കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ അധികം എരിവില്ലാത്ത 2 പച്ചമുളകാണ് ചേർക്കുന്നത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 ചേർത്താൽ മതി. എന്നിട്ട് 2ആയിട്ടൊന്ന് കൈകൊണ്ട് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെറിയ ജീരകം ചേർക്കുക. 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ചേർക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. പച്ചമുളകിന് പകരമായിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. ഇത് അപ്പോൾ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞു പോവാതെ നമ്മൾ തോരത്തിനൊക്കെ ചതച്ചെടുക്കുന്ന പോലെ ചതച്ചിട്ടെടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിന്റെ ചൂട് നല്ലതുപോലെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിന്റെ സൈഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിടിയിച്ചു കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാം ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഇതൊന്ന് തിരിച്ചു വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു കത്തി വെച്ചിട്ടോ സ്പാച്ചിൽ വെച്ചിട്ടോ കട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സ്പാച്ചിൽ വെച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾ കത്തി വെച്ചിട്ടാണെങ്കിൽ കത്തി വെച്ചിട്ട് കട്ട് ചെയ്താലും മതി. അപ്പോൾ അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാതെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, ചെറിയ സ്ക്വയർ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. ഈ കടുകിൻ്റെ കൂടെ തന്നെ 2-3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളക് 2ആയിട്ട് മുറിച്ച് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കടുകെല്ലാം പൊട്ടി മുളകെല്ലാം ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ആ കടുകെല്ലാം പൊട്ടി മുളകെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങയില്ലേ, അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ആ തേങ്ങയുടെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇനി ഉപ്പ് നമ്മൾ അരച്ച സമയത്ത് ചേർത്തിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് അരച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമയം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിൽ ഉപ്പുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതെല്ലാം കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ഇതിൻ്റെ ഈ കഷ്ണങ്ങളിലെല്ലാം പിടിക്കണം. മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങൾ മുറിഞ്ഞു പോകാത്ത രീതിയിൽ ഇതുപോലെ ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം ഒന്ന് യോജിച്ച് കിട്ടിയാൽ മാത്രം മതി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടാൽ കപ്പ പുഴുങ്ങി എടുത്തിട്ട് നമ്മൾ വേവിച്ചെടുത്തതുപോലെയില്ലേ, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അരിപ്പൊടി കൊണ്ട് ഇതുപോലൊരു സ്നാക്ക് തയ്യാറാക്കി നോക്കാം. അപ്പോൾ പെട്ടെന്ന് സിമ്പിളാണ്, നമുക്ക് വീട്ടിൽ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, സ്നാക്സ് ആയിട്ടും കഴിക്കാവുന്നതാണ്. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ചൂടോടുകൂടി വേണമെങ്കിൽ ചൂടോടുകൂടിയും കഴിക്കാം. ചൂട് മാറിക്കഴിഞ്ഞാലും ഇത് നല്ല ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കപ്പ കൊണ്ടാണോ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ കപ്പയല്ല, ഇത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്